നമുക്ക് ഇന്നൊരു കാക്കറി വെച്ചാലോ? ഏത്തക്കായ ഇല്ല കേട്ടോ, പാളയംകോടൻകായൻ്റെയാണ്. ഇത് ഇവിടെ തന്നെ ഉണ്ടായത്, വാങ്ങിച്ചതൊന്നും അല്ല കേട്ടോ. ഞങ്ങൾ ഇതുകൊണ്ട് കായ് ഇങ്ങനെ വെക്കാറുണ്ട്, മെഴുക്കുവരട്ടി ഉണ്ടാക്കും. അതല്ലാതെ പയറും പരിപ്പൊക്കെ ഇട്ട് വെക്കാറുണ്ട്. അതല്ലാതെ തേങ്ങ ഒതുക്കിയിട്ട് വെക്കാറുണ്ട്. അപ്പോൾ ഇതുണ്ടായി കഴിഞ്ഞാൽ സ്ഥിരം ഇതുകൊണ്ടുള്ള കറികളായിക്കോളൂ. ഓരോ വെറൈറ്റി വെക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കായ് മെഴുക്കുവരട്ടി ആട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ കായ് അരിഞ്ഞ് ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് കഴുകുമെന്ന് കുറച്ച് നേരം അതിലിട്ട് വെച്ച് കഴിഞ്ഞിട്ട് കഴുകി ഊറ്റിയിട്ടാണ് പിന്നെ വേവിച്ചിട്ടാണ് കായ ഒലത്തോളൂ കേട്ടോ. അല്ലാതെ ഞാൻ ഒലത്താറില്ല, വേവിച്ചെടുത്തിട്ട് ഒലത്തോളൂ. അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ കുറച്ച് അരിഞ്ഞ് മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് വെക്കുക. അധികം കട്ടിയൊന്നും വേണ്ട കേട്ടോ. ഇത് വേഗം വേവണതാ. കട്ടിയിലരിഞ്ഞില്ലെങ്കിൽ ഇത് വേഗം വേവും. അപ്പം ഞാൻ വലിയ കട്ടിയില്ലാതെ അരിഞ്ഞെടുക്കണേ. പിന്നെ അധികം സാധനങ്ങളൊന്നും ചേർക്കണ്ട കേട്ടോ. വെളുത്തുള്ളി ഉള്ളിയും മാത്രം ചതച്ചെടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. വേപ്പിലയും വേണം കേട്ടോ. അപ്പോൾ എനിക്ക് അമ്മൂസാണ് ഇത് ചെയ്ത് തന്നെ. അമ്മൂന് ഇടിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അമ്മു ഞാൻ എപ്പോഴും ഉള്ളി മുളക് ഇടിക്കാനെടുത്ത് അപ്പം അമ്മ എന്ന് പറയും, അമ്മ ഞാൻ ഇടിച്ചു തരാമെന്ന് പറയും. അപ്പം ഞാൻ അമ്മൂന് ഇടിക്കാൻ കൊടുത്തു. അപ്പോൾ അമ്മു ഇത് പയ്യെ ഇടിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ണീട്ടൊന്നും തെറിക്കരുത്. എപ്പോഴും ഞാൻ ഉള്ളി ഇടിക്കുമ്പോൾ എൻ്റെ കണ്ണീട്ട് തെറിക്കാറുണ്ട്. ഈ ഇടിയൽ കുറച്ച് കുഞ്ഞിതായതുകൊണ്ട് ഇടിക്കാൻ ഭയങ്കര പാണിയാട്ടോ. എന്നാലും അമ്മുതേ ഇരിക്കണുണ്ട്. പിന്നെ ഇത് ഒലത്താനായിട്ട് മുളക് പൊടി മഞ്ഞപ്പൊടി മാത്രം ഇട്ടാൽ മതി, വേറെ ഒന്നും ഇടണ്ട കേട്ടോ. കടുക് പൊട്ടിക്കണം കേട്ടോ. എൻ്റെ അടുത്ത് കടുക് ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ കടുക് പൊട്ടിച്ചിട്ടില്ല. കടുക് പൊട്ടിച്ച് ഇതിട്ട് നല്ലോണം മൊരിയണം കേട്ടോ. ഉള്ളിയും വെളുത്തുള്ളി നല്ലോണം മൊരിഞ്ഞിട്ടേ മുളക് പൊടി മഞ്ഞപ്പൊടി ഇടാൻ പാടുള്ളൂ. എന്നിട്ട് പിന്നെ ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതങ്ങ് ഒഴിഞ്ഞ് ഇച്ചിരി ചാറോടുകൂടി എടുക്കണേ കേട്ടോ നല്ലത്. എനിക്കിങ്ങനെ ഉണങ്ങിയിരിക്കണത് ഇഷ്ടമല്ല, പക്ഷെ ഇത് കുറച്ച് ചാറോടുകൂടി എടുത്താൽ നല്ല ടേസ്റ്റാട്ടോ. ഇത് ഇച്ചിരി പഴുത്തൊക്കെ തുടങ്ങൂല, അപ്പം നല്ല ടേസ്റ്റാട്ടോ. ഇതിപ്പോൾ പഴുത്തിട്ടൊന്നുമില്ല, കഴിഞ്ഞ ദിവസമല്ലേ വെട്ടിയത്, അതുകൊണ്ട് അധികം അങ്ങനെ ചെനച്ചു തുടങ്ങിയിട്ടൊന്നുമില്ല, കുഴപ്പമില്ല. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പാളയംകോടൻ്റെ കായ വളർത്തുന്നത്. ഏത്തക്കായ വളർത്തണേലും എനിക്കിഷ്ടം ഇങ്ങനെ വളർത്തണതാണ്. നിങ്ങൾക്കൊക്കെ കായ വളർത്താനായിട്ട് ഉപ്പിട്ട് തന്നെ വളർത്തണം കേട്ടോ, ഉപ്പിടാതെ വളർത്തല്ലേ. പിന്നെ പ്രത്യേകിച്ച് വേറെ സാധനങ്ങളൊന്നും ചേർക്കാനല്ല. ഇത് നല്ലോണം ഒന്ന് ചട്ടിക്കറിന് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. വെള്ളം പറ്റണ്ട, ചെറിയ ചാറോടുകൂടി ആ ടേസ്റ്റ്. ഞാനെപ്പോഴും അങ്ങനെ എടുക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ തിന്നുമ്പോഴായാലും നല്ലതാണ്. അല്ലെങ്കിൽ മറ്റേ പാട് എടുക്കുമ്പോൾ ഉണങ്ങിയിരിക്കില്ല. പക്ഷേ ഇതാട്ടോ ടേസ്റ്റ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് പറയണേ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.